നമസ്കാരം. ഞാൻ ശ്രീരാജ്. ഞാൻ കുറച്ച് ദിവസം മുന്നേ 2-3 വീഡിയോസ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായി. വിനൈൽ ഫ്ലോർ ചെയ്താലുള്ള ദോഷങ്ങൾ, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2-3 വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പം ഞാൻ കുറച്ച് പേരുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ പറയണത് പ്രൊഫഷണലായിട്ട് ചെയ്യണവരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കയറാൻ സാധ്യത ഇല്ല എന്നാണ്. പ്രൊഫഷണലായിട്ട് ചെയ്യണവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനേ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഈ സാധനം നേരത്തെ ചെയ്തിരുന്ന വെച്ചാണ്. ഞങ്ങൾ ഈ പരിപാടി പൂർണ്ണമായിട്ട് നിർത്തി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനൈൽ ഫ്ലോറിങ്, അതായത് പി വി സി മാറ്റിയാണ് കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. വേറെ ഇപ്പം പുതിയ ടെക്നോളജിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, പുതിയ ടീമൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഏകദേശം ഞാൻ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വിനൈൽ ഫ്ലോറിങ് സാധാരണ നമ്മൾ മേടിക്കുന്ന ബട്ടൺ മാറ്റി വെച്ചിട്ട് വണ്ടികളിലിടുന്ന ഒരു സമയത്തുണ്ടായ ഒരു ട്രെൻഡാണത്. പക്ഷെ അത് ചിലവർ ചെയ്യണത് കാണാൻ ഭംഗിക്ക് വേണ്ടിയാണ്, ചിലവർ ചെയ്യണത് പൊടി കയറാണ്ടിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇതിലൊരു വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്താലും വെള്ളം കയറും. കാരണം ഇത് ഞങ്ങളിത് പല 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 രീതിയിൽ ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. 4 പീസായിട്ട് ചെയ്തിട്ടുണ്ട്, 2 പീസാക്കി ചെയ്തിട്ടുണ്ട്, ഒറ്റ പീസിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് പ്രായോഗികമാവുന്ന കാര്യമല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം എങ്ങനെ ചെയ്താലും ലീക്കാവും, വെള്ളം കയറും. കാരണം അത് എന്തൊക്കെ ചെയ്താലും വെള്ളം കയറും. അതിൻ്റെ സീറ്റിൻ്റെ ഹോൾസ് ഇടുമ്പോഴാണെങ്കിലും അതിലെ വെള്ളം കയറാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ സമ്മതിക്കൂല. ഞാൻ 2-3 വീട്ടിൽ നോക്കിയപ്പോൾ നല്ലോണം ചെയ്യാൻ ടീം ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം കയറൂല, അങ്ങനെയൊന്നുമില്ല, വെള്ളമൊക്കെ കയറും. ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കണ കൊണ്ടാണ് ഞങ്ങൾ പറയണത്. ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വെച്ച പരിപാടി ആയതുകൊണ്ടാണ് ഞാനിത് പറയണത്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയണത്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സാധനം ചെയ്ത് ഇപ്പം മാറ്റ് ചെയ്ത് വെള്ളം കയറൂല, അടിയിൽ നിന്ന് വെള്ളം കയറാനും വഴിയില്ല, ഇനി മേളിൽ നിന്ന് കയറാനുള്ള ഒരു വഴിയില്ല. അതായത് കറക്റ്റായിട്ടൊക്കെ ചെയ്ത് ഈ പറയണ പോലെ കറക്റ്റായിട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വേറൊരു വഴി കൂടി വെള്ളം കയറും. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കുക ചെയ്യണോ വേണ്ടതെന്ന്. ഇതിപ്പോൾ കണ്ട ഞാൻ കാണിച്ചു തരാതെ. ഇതിപ്പോൾ നോക്കിക്കോട്ടാ, മാറ്റൊന്നും പറ്റട്ടെ. ഇതുണ്ട എ സിയുടെ ഡ്രെയിനേജ് വാട്ടർ വേസ്റ്റ് ആയിട്ടുള്ള വെള്ളം പോണ സ്ഥലമാണിത്. നമ്മളിത് കാണൂല, ഉള്ളിലായിരിക്കുള്ളൂ. എങ്ങനെയാണ് ഈ ഫ്ലോറും നനയണമെന്നൊക്കെ ഞാൻ കുറേ നോക്കിയിട്ട് കണ്ടുപിടിച്ചാണത്. ഇതുണ്ട, ഇത് ശരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കേണ്ടതാണ്. അപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് ഇത് ഉള്ളിലേക്ക് പോകാതിരിക്കുകയോ അല്ലെങ്കിൽ ഈ പൈപ്പിന് വല്ല പൊട്ടലുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ വെള്ളം ലീക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ശരിക്കും ഉള്ളിലേക്ക് കയറിയിരിക്കണം. അതിങ്ങനെ ഇരുന്നേച്ചത്, ജസ്റ്റ് ഇങ്ങനെ ഇരുന്നേച്ച്. അതുകൊണ്ട് തന്നെ വെള്ളം ഈ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ വെള്ളം ഒഴുകി വരാൻ സാധ്യതയുണ്ട്. ഇത് കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ ഊരിങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതേപോലെ വെള്ളം വീണ് പ്ലാറ്റ്ഫോം തുരുമ്പ് പിടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ആവും. വേണ്ട, ഇത് ഇവിടെ മാത്രമേ തുരുമ്പ് പിടിച്ചിട്ടുള്ളൂ. കാരണം ഈ സ്ഥലത്തു കൂടിയാണ് ഏസിയുടെ വെള്ളം ഒഴുകി നടന്നിരുന്നത്. കണ്ട, ഇത് കണ്ടിന്യൂസ് ആയിട്ട് എ സി ഉപയോഗിക്കുന്ന വണ്ടിയാണെങ്കിൽ എല്ലാ ദിവസവും ഇതേപോലെ വെള്ളം വന്നുകൊണ്ടിരിക്കുമല്ലോ. അതവിടെ കിടന്ന് ഇതിപ്പോൾ ഈ കമ്പനി കാർപ്പറ്റ് ആയതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റി, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും അറിയൂല. ഇനിയിപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോ. ഇനി ഞാനിതിനെപ്പറ്റി ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യണമെങ്കിൽ ചെയ്തോ, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ വണ്ടിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിത് പറയാമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയണത്. എനിക്കിപ്പോൾ ഇതിങ്ങനെ പറയണതുകൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല. കാരണം ഇത് നിങ്ങൾക്കറിയാലോ, ഞാനിത് പറയണതുകൊണ്ട് അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആൾക്കാരുടെ വർക്ക് പോകാൻ വേണ്ടി എന്നും ഞാൻ പറയണല്ല. നിങ്ങൾക്ക് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു. പിന്നെ വണ്ടിയുടെ ഫ്ലോറ് കുറച്ച് നാൾ കഴിയുമ്പോൾ പോയി കിട്ടും. അത് 100% ഗ്യാരണ്ടിയാണ്. ഞാൻ തരാം ശ്രീരാജ്, ഞാൻ തരാം, നിങ്ങൾക്ക് ഉറപ്പ് തരാം. വെള്ളം കയറുന്ന വണ്ടിയാണെങ്കിൽ 100%. ഞാൻ പറയണത് പുതിയ വണ്ടികളിൽ ചെയ്താൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല കുറച്ച് കാലത്തേക്ക്. പിന്നീട് എവിടെന്നെങ്കിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ വെള്ളം കയറും. അതങ്ങനെയാണത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക.